കേറിവാടാ മക്കളയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. സന്ദേശം സിനിമയുടെ ഫോട്ടോഗ്രാഫർ ആരാണ്? ഛായാഗ്രാഹകൻ ആരാണ്? എ വിപിൻ മോഹൻ, ബി കെ വി ആനന്ദ്, സി സതീഷ് കുറുപ്പ്. വിപിൻ മോഹൻ. വിപിൻ മോഹൻ. എ വിപിൻ മോഹനെ ഞാൻ എടുത്തിട്ട് പൂട്ടുകയാണ്. എ. ഓക്കെ. എൻ്റെ അടുത്ത് നമ്മുടെ അനൂപില്ലേ, അനൂപ് പറഞ്ഞു ശ്രീദേവിയെ കുറിച്ചൊരു പാട്ട് പാടി കൊടുക്കണേന്ന് പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ തന്നെ പാടണമെന്ന്. അങ്ങനെ പാടിയോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാറേ, ഒരു കുഴപ്പമില്ല. വിദേശത്തുനിന്ന് അദ്ദേഹം എന്ന് എന്നെ ഇടിക്കുമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ശ്രീദേവി യാടി വരുന്നു ഞാൻ എൻ്റെ ആവാലയവാതിൽ യാടി വരുന്നു ഞാൻ ദ്യാവി ശ്രീദേവി യാടി വരുന്നു ഞാൻ എൻ്റെ ആവാലയവാതിൽ യാടി വരുന്നു. ഇനിയിപ്പോ എല്ലാരും അത് ഏറ്റു പാടിക്കോളും. ഇനിയിപ്പോ ശ്രീദേവി എനിക്ക് പണിയായി. എവിടെങ്കിലും കടയിലോ എവിടെങ്കിലും പോകുമ്പോഴത്തേക്ക് ആൾക്കാർ ആ സൈഡിൽ നിന്ന് ശ്രീദേവി. അപ്പൊ വിപിൻ മോഹൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എ വിപിൻ മോഹൻ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ കൂടി സമ്മാനം കിട്ടിയിരിക്കുകയാണ്. അപ്പം കേറിവാടാ മക്കളയിൽ 3 ചോദ്യം ശരിയായി. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം ഇതാ. അല്പം സ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയത എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കവലപ്രസംഗം നടത്തുന്നത് ആരാണ്? എ ശ്രീനിവാസൻ, ബി ശങ്കരാടി, സി മാമുക്കോയ. ഈ കോഴി ബിരിയാണി കഴിക്കുന്നത് അത് വർഗീയതയാണോ? അങ്ങനെ ഒരു വെല്ലുവിളി. അത് ആരാണ്? ശ്രീനിവാസനാണോ, ശങ്കരാടിയാണോ, മാമുക്കോയാണോ? ടൈം ഈസ് റണ്ണിങ്. ശ്രീനിവാസനാണെന്നാണ്. ആണെന്നാണ്. ഞാൻ വേണേ ഒരു ക്ലൂ പറയാം. പുള്ളിയുടെ സ്ഥലം കോഴിക്കോടാണ്. മാമുക്കോയ. അപ്പം സഹായം ഇല്ലാതെ ശ്രീദേവിക്കൊന്നും പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല സാറേ, അറിയാവുന്ന ഇതിനകത്തെ മിക്ക ഡയലോഗ്സും ഒക്കെ അറിയാം, പക്ഷെ എന്തോ പെട്ടെന്ന് മറക്കുന്നു. സിനിമയൊക്കെ കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. ഓക്കെ. എന്തായാലും മാമുക്കോയ പൂട്ടിയിട്ട് നമുക്ക് വരാം. മാമുക്കോയ സി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. കണ്ടതിൽ വെച്ച് മനസ്സിൽ സ്പർശിച്ച ഒരു സിനിമ ഏതാണ്? ഈ ജീവിതത്തിൽ കണ്ടത് 1 or 2? മനസ്സിൽ സ്പർശിച്ചത് ദേവാസുരം. ദേവാസുരം ഒരുപാട് ഇഷ്ടം. ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഐ വി ശശി. അതെ. പിന്നെ സാറേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഒരു മൂവി കണ്ടു, അനാർക്കലി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരാണ് ജീവിതത്തിൽ ഒരു 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 ഇഷ്ടപ്പെട്ട നായകൻ? പൃഥ്വിരാജാണോ? ലാലേട്ടൻ തന്നെ. അങ്ങനെയില്ല, എല്ലാവർക്കും പൃഥ്വിരാജിനെയൊക്കെ ഇഷ്ടം, പക്ഷെ ലാലേട്ടന്റെ സ്ഥാനം അത് ഒരുപാട് ഉയരങ്ങളിലാണ്. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ ശ്രീ മോഹൻലാലിന് വേണ്ടിയിട്ട് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ ഇപ്പോൾ ഉടനെ തുടങ്ങുന്നു. അതിൽ രാഹുൽ രാജാണ് സംഗീതം. മനോഹരമായിട്ടൊരു പാട്ട് എനിക്ക് പാടാൻ സാധിച്ചു. ഇന്നലെയാണ് പാടിയത്. അപ്പം എന്തായാലും ലാലിൻ്റെ അടുത്ത് ഞാൻ പറയാം, ഇങ്ങനൊരു ശ്രീദേവിയെ കണ്ടു, ഒരു വലിയ പെരുത്ത ഫാനാണെന്ന് പറഞ്ഞേക്കാം. ഓക്കെ. അപ്പം മാമുക്കോയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. മാമുക്കോയ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. കേറിവാടാ മക്കളയിൽ ഇതാ 5ാമത്തെ ചോദ്യം. ഈ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ ശ്രീദേവിക്ക് സവാരി ഗിരിഗിരിയിൽ കയറാം. അത് കഴിഞ്ഞാൽ രാജമാണിക്യത്തിലും വരാം. സവാരി ഗിരിഗിരിയിൽ ശ്രീദേവിയെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉത്തരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു നടി വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും 5ാമത്തെ ചോദ്യം. സ്വന്തം പാർട്ടിയുടെ തോൽവിയെക്കുറിച്ച് പ്രഭാകരൻ കണ്ടെത്തുന്ന കാരണം എന്താണ്? എ സമ്പൂർണ്ണ സാക്ഷരത, ബി വാഗ്ദാനം പാലിക്കാത്തത്, സി തൊഴുത്തിൽ കുത്തും കുതികാല് വെട്ടും. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 20 സെക്കൻഡ്. സമ്പൂർണ്ണ സാക്ഷരത. ഓക്കെയാ? വേണമെങ്കിൽ ഓക്കെ. ഏത് ഭഗവാനെ വിളിക്കുന്നേ?
ഇനി വാഗ്ദാനം പാലിക്കാത്തതൂടെ ഉള്ളൂ. ടൈം തീരാറായി. സാറേ, സമ്പൂർണ്ണ സാക്ഷരത. ഇനി മാറ്റില്ലല്ലോ. ഇല്ല. സമ്പൂർണ്ണ സാക്ഷരത ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്? പാചകമൊക്കെ അറിയായിരിക്കും. അറിയാം സാറേ. ഏതാണ് ഫേവററ്റ് ഡിഷ്? ഏറ്റവും ഉഗ്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, മകന് ഇഷ്ടമുള്ള, ഭർത്താവിന് ഇഷ്ടമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള? നമ്മുടെ നാടൻ ഫുഡെല്ലാം ഉണ്ടാക്കും. പക്ഷെ മോനിഷ്ടം ചപ്പാത്തിയും ദാലുമാണ്. ഞങ്ങൾ പുറത്തായിരുന്നു, നോർത്ത് ഇന്ത്യയിലായിരുന്നു. ഓ അത് ശരി. വർഷങ്ങളായിട്ട്. ബെഹറിൽ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? പുള്ളി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. ടെക്നീഷ്യനായിട്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബോംബെ. ഞാൻ പഠിച്ചതൊക്കെ ഡൽഹിയിലാണ്. 9 വർഷം ഡൽഹിയിലുണ്ടായിരുന്നു. ദെൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം ഞാൻ ഗുജറാത്തിലായിരുന്നു. പിന്നെ ഇപ്പം നാട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് 5 വർഷമായി. ബെഹറിൽ പോയിട്ടില്ല? പോയിട്ടുണ്ട്. ബെഹറിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വളരെ ഈസി ആയിട്ടാണല്ലോ. അതായത് സമ്പൂർണ്ണ സാക്ഷരത, വാഗ്ദാനം പാലിക്കാത്ത, തൊഴുത്തിൽ കുത്തും പുതിയാല് വെട്ടും. എനിക്ക് തോന്നിയത് തൊഴുത്തിൽ കുത്തും പുതിയാല് വെട്ടുമെന്നാണ്. 4 ചോദ്യത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ എന്തായാലും സവാരി ഗിരിഗിരിയിൽ വരാം. അതുകൊണ്ട് ഇത് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഉത്തരം തെറ്റിപ്പോയി, സാരമില്ല. അങ്ങനെ നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. ശരി. ഇതിൻ്റെ എന്താണ് ഉത്തരം പറഞ്ഞത്? സമ്പൂർണ്ണ സാക്ഷരത. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം സമ്പൂർണ്ണ സാക്ഷരതയാണ്. എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുകയാണല്ലേ ഞാൻ. പേടിപ്പിച്ചു കൊല്ലു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്. 5 ചോദ്യത്തിനും ഉത്തരം നൽകിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലേ? അതെ അതെ, സത്യം സാറേ. നല്ല 2 പാട്ടും പാടി, സൂപ്പർ 2 സോങ്സ്. എനിക്ക് വളരെ സന്തോഷമായി.